ബുൾഗാരി അക്വ പോർഹോം അറ്റ്ലാന്റിക്. നമ്മൾ ഓൾറെഡി ബുൾഗാരി അക്വ പോർഹോം റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ 2017 ഇറങ്ങിയൊരു ഫ്ലാങ്കറാണ് അറ്റ്ലാന്റിക്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങളാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഡിസൈൻ കാണിക്കാം. ബോക്സ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോക്സ് ഡിസൈനാണ്. പ്രത്യേകിച്ച് ആഡംബരമൊന്നും തോന്നിക്കുന്നില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ബ്ലൂ അക്വാട്ടിക് മറൈൻ ഫ്രഷ്നെസ് തരുന്ന പെർഫ്യൂമിൻ്റെയൊക്കെ ബോക്സ് ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. പറയത്തക്ക ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിറകിൽ ബാച്ച് കോഡും കാര്യങ്ങളും മേഡ് ഇൻ ഇറ്റലി, ഓഡിറ്റോറിറ്റി കോൺസെൻട്രേഷൻ. ബോക്സ് ഓപ്പൺ ചെയ്തത് ഇങ്ങനെയാണ്. ബുൾഗാരി പെർഫ്യൂംസോടെ ബുൾഗാരി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോട്ടിൽ. കണ്ടല്ലോ, ഒരു പെബിൾ പോലെ. പോർഹോമിൻ്റെ ബോട്ടിൽ ഡിസൈൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അറ്റ്ലാന്റിക്കിൻ്റെ ബോട്ടിൽ ഡിസൈൻ. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ വരുന്നത് കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത ഫ്ലാങ്കറിന് പലതരത്തിലുള്ള ജ്യൂസ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു അറ്റ്ലാന്റിക് ഓഷൻ്റെ, അല്ലെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഡാർക്കായിട്ടുള്ള തണുത്തുറഞ്ഞ ആ ഒരു കടലിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് സെയിം ആ ഒരു കടലിൻ്റെ കളറാണ് ജ്യൂസിനുള്ളത്. ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഈ കാറിൻ്റെ പുറത്തൊക്കെ വയ്ക്കുന്ന ഒരു വസ്തു പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. കൊള്ളാം. ബോട്ടിൽ ഡിസൈൻ വളരെ സിമ്പിളാണ്. കാണാൻ നല്ല രസമുണ്ട്. ബോട്ടിൽ ഡിസൈൻ പിടിക്കാനും ഒരു സുഖമുണ്ട്. സ്പ്രെയർ ഫ്രണ്ടിലല്ല, പിറകിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും പറയാം. ടോപ്പ് നോട്ട് വരുന്നത് വാട്ടർ നോട്ട്, കലാബ്രിയം, ബെർഗമോട്ട്, സിസിലിയൻ, ലെമൺ, സേജ്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ സീ നോട്ട്സ്, ആംബർഗ്രീസ്, ആപ്പിൾ. ബേസ് നോട്ട് വരുമ്പോൾ ബെൻസോയിൻ, ആംബർവുഡ്, വെട്ടുവർ, പച്ചോളി, സാൻഡൽവുഡ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ നോട്ട്. അപ്പോൾ ടിപ്പിക്കൽ അക്വാട്ടിക് ഷവർ ജെൽ റിഫ്രഷിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസിൻ്റെ ഒക്കെ ഒരു DNA തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്മെല്ല് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ശരിക്കും ഡിലംബ്ലോവിൻ്റെ ഒക്കെ ഒരു സാമ്യം തരുന്ന DNA ആണ്. ഡിലംബ്ലോവിനും YSLY EDPയും ഡിലംബ്ലോവും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു തരം മണം. അതായത് YSLY EDPയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ മണം, ആ ഒരു മണം അതേപോലെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് വെർസാച്ചെ ഡിലംബ്ലോവിൽ YSLY EDPയിലെ ആ ഗ്രീൻ ആപ്പിളിൻ്റെ ആ ഒരു DNA, ആ ഒരു ജ്യൂസ് ഇൻജെക്റ്റ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്ന മണം? അതാണ് അക്വ പോർഹോം അറ്റ്ലാന്റിക്കിൻ്റെ മണം. നിങ്ങൾ ഡിലംബ്ലോ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് YSLY EDP അപ്ലൈ ചെയ്യുമ്പോഴും ഈ ഒരു മണം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ലെയർ ചെയ്യുമ്പോൾ ഈ ഒരു മണം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു മണം. ചില പെർഫ്യൂമിനെങ്കിലും ചിലർക്കെങ്കിലും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അടിച്ചിട്ട് ഇഷ്ടമില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട് ചില പെർഫ്യൂമിനെങ്കിലും. ഇപ്പോൾ ഡിയർ സവാഷിന് പോലും ഹേറ്റേഴ്സുണ്ട്, ബ്ലൂ ഡേ ഷാനലിന് ഹേറ്റേഴ്സുണ്ട്. അപൂർവം ചില പെർഫ്യൂമിനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ, എല്ലാവർക്കും ഒരു നെഗറ്റീവ് പോലും പറയാതെ, ഒരാൾക്ക് പോലും പോരാ എന്ന് പറയാതെ പോസിറ്റീവ് ഫീഡ്ബാക്ക് തരാൻ കഴിയുന്ന ഒരു DNA അല്ലെങ്കിൽ ആ ഒരു പെർഫ്യൂം, അത്തരത്തിലുള്ളൊരു പെർഫ്യൂമാണ് അക്വ പോർഹോം അറ്റ്ലാന്റിക്. നമ്മൾ കുറേയേറെ നീഷ് പെർഫ്യൂംസ് അല്ലെങ്കിൽ ഡിസൈനർ പെർഫ്യൂംസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് തീർന്നതിന് ശേഷം പിന്നീട് അത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത, അതിന് പകരം വേറൊരു പെർഫ്യൂമിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താലോ എന്നൊരു തോന്നലുണ്ടാകാം. പക്ഷേ ചുരുക്കം ചില പെർഫ്യൂമിൽ മാത്രമാണ് വീണ്ടും വാങ്ങിയാൽ കൊള്ളാം, വീണ്ടും വാങ്ങിയാൽ തരക്കേടില്ല, പൈസ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് മോശമില്ല എന്ന് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തരത്തിലും മടുപ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ ഒന്നും സൃഷ്ടിക്കാത്ത, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ചില പെർഫ്യൂം, ഈവൻ ഫ്രഷ് പെർഫ്യൂമിൽ പോലും മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് ആംബർ ഓക്സൈഡിൻ്റെ ഒക്കെ ഒരു കണ്ടൻറ്റ് കൊണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ആൾക്കാർക്ക് പോലും ഈ ഒരു പെർഫ്യൂം ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഡിലംബ്ലോ ഉപയോഗിച്ചിട്ട് ചിലർക്ക് ഈ പറയുന്ന അസ്വസ്ഥതകൾ, എല്ലാവർക്കും ഇല്ല, ചുരുക്കം ചിലർക്കെങ്കിലും ഒരു തലപ്പെരിപ്പ്, തലവേദന, അല്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത, തലക്കറക്കം പോലെ, മോഷൻ സിക്നസ് പോലൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൽ അങ്ങനെ ഒരു സിറ്റുവേഷനേ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള മണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെർഫ്യൂം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. കോംപ്ലിമെൻറ്റ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും ആരും മോശം പറയരുത്, അല്ലേ? നമ്മൾ അടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തരണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന DNA ആയിരിക്കണം. കോംപ്ലിമെൻ്റ് ഒരു എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ഒരു പ്രശംസ എന്ന് പറയാം. നമുക്ക് ഒരേ സമയം എന്താ പറയുക, ഒരു ഫ്രഷ്, ഫ്രൂട്ടി, അക്വാട്ടിക്, എല്ലാ ഫ്രഷ് ടൈപ്പ് വരുന്ന ഏത് കാറ്റഗറിയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഷവർ ജെൽ ടൈപ്പ് ആണെങ്കിൽ ഷവർ ജെൽ ടൈപ്പാണ്, അക്വാട്ടിക് ടൈപ്പാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും. കാരണം അറ്റ്ലാന്റിക് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ
ഒരു സീ സോൾട്ടിൻ്റെ ഒക്കെ കടലിൻ്റെ ഒരു ഉപ്പ് കലർന്ന ആ ഒരു മണം, ഒരു ഓഷ്യൻ ബ്രീസിൻ്റെ ഒക്കെ കടൽ തീരത്തൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം ഉപ്പും ചെറുതായിട്ട് ചിലപ്പം ചൂടും അല്പം വരണ്ടതും ഉണങ്ങിയതുമായ ഒരു കാറ്റിൻ്റെ ഉപ്പ് കലർന്ന ഒരു കാറ്റിൻ്റെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ആ ഒരു ഡ്രൈ വരണ്ട ഉണങ്ങിയ കാറ്റിൻ്റെ ആ ഒരു ഫീലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന ആ ഒരു മണം. അതുപോലെ തന്നെ ആംബർഗ്രീസ് ഒരു അതിപ്പോൾ ഒരു തിമിംഗല ഛർദി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണങ്ങളൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേകതരം പുറത്തേക്ക് വരുന്ന മണം വേറൊരു പ്രത്യേക ഒരു തരം മണമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾക്ക് എത്ര ഓവർ സ്പ്രേ ചെയ്താലും യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാത്ത ഒരു DNA ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏത് പ്രായക്കാർക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോൾ ഉപയോഗിക്കാം, കോളേജിൽ, അതുപോലെ തന്നെ പാർട്ടി ക്ലബിങ്, പുറത്തേട്ടൊക്കെ ഇറങ്ങുമ്പോൾ റഫ്യൂസിന്, ഇനി നൈറ്റ് ടൈമിലോ അങ്ങനെ ഏത് ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ മണം വളരെ ഇഷ്ടപ്പെട്ടു. അതായത് വെർസാച്ചെ ഡിലംബ്ലൂ, അതുപോലെ തന്നെ YSLY EDP, അതിനോടൊപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് അക്വ പോർ ഹോം അറ്റ്ലാന്റിക്. കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. പക്ഷെ ഒരു കാര്യം, ഈ ഒരു പെർഫ്യൂം ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ സ്പ്ലാഷ് ഫ്രാഗ്രൻസിലും 1-2 സൈഡിലൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് ഇത്തിരി ഓവർ പ്രൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 10,000 അല്ലെങ്കിൽ 8,000 മുകളിൽ നിങ്ങൾ പേ ചെയ്യേണ്ട കാര്യമില്ല. അത് ഇച്ചിരി ഓവർ പ്രൈസാണ്, അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 8,000 രൂപയ്ക്ക് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കുക. പിന്നെ കുറച്ചും കൂടി എനിക്ക് പറയാനുണ്ട്, ലോങ്ജിവിറ്റി അങ്ങനെ കൂടെ പറയാം, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ പെർഫ്യൂം DNA കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. മികച്ചൊരു പെർഫ്യൂം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പെർഫ്യൂം, നല്ല മണം, എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവ് വൈബ് തരുന്ന ഒരു മണം. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് തീർന്നു പോയാലും വീണ്ടും വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മണം. അപ്പോൾ YSLY EDP ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ആ ഒരു മണം അറിയാം, അതിന് ഗ്രീൻ ആപ്പിളിൻ്റെ മണം അറിയാം, ഡിലംബ്ലൂ ഉപയോഗിച്ചവർക്ക് ആ ഒരു മണം അറിയാം. അത് രണ്ടും ചേരുമ്പോൾ കിട്ടുന്ന ഒരു മണം, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. പിന്നെ ലോങ്ജിവിറ്റി കാര്യം പറയാം. ലോങ്ജിവിറ്റി ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ പൊതുവെ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രഷ് പെർഫ്യൂം എന്ന് പറയുന്നത് അത് കൂടെ ടോപ്പപ്പ് ചെയ്യാനുള്ള ഒരു കാറ്റഗറിപ്പെട്ടതാണ് ഫ്രഷ് പെർഫ്യൂം. അല്ലെങ്കിൽ സ്പൈസി അല്ലെങ്കിൽ ഗുർമോൺ സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂം പോലെ അല്ല, ഊത് ഇതുപോലുള്ള പെർഫ്യൂം ടൈപ്പ് അല്ല ഈ ഫ്രഷ് ടൈപ്പ് വരുമ്പോൾ. ഫ്രഷ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അക്വാട്ടിക്, ഷവർ ജെൽ, മറൈൻ, സിട്രസി ഫ്ലേവറുള്ള പെർഫ്യൂംസ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടെ ടോപ്പപ്പ് ചെയ്യണം. അല്ലാതെ ഈ അറബിക് പെർഫ്യൂം പോലെ 1-2 സ്പ്രേ കൊണ്ട് 7-8 മണിക്കൂർ കിട്ടുന്ന തരത്തിലല്ല ഫ്രഷ് പെർഫ്യൂംസ്. ഫ്രഷ് പെർഫ്യൂം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടോപ്പപ്പ് ചെയ്താൽ മാത്രമേ ആ ഒരു മണം അതേപോലെ നിലനിൽക്കൂ. അതിന് ഏത് പെർഫ്യൂം ഉപയോഗിച്ചാൽ അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു ഫ്രഷ് പെർഫ്യൂം 3 മണിക്കൂറൊക്കെ കുഴപ്പമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഞാനത് വിജയിച്ചു എന്ന് പറയും. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പെർഫ്യൂം 4-5 മണിക്കൂർ നിൽക്കുന്നുണ്ട്. അത് നല്ലൊരു ലോങ്ജിവിറ്റി ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ പ്രൊജക്ഷൻ ആദ്യത്തെ 1-2 മണിക്കൂറൊക്കെ നല്ല പ്രൊജക്ഷനുണ്ട്. ആൾക്കാർ അടുത്തോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു മണം കിട്ടുന്നുണ്ട്. അത്യാവശ്യം ദൂരെ നിന്ന് തന്നെ നമുക്ക് മണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് തരുന്ന ഫ്രൂട്ടി, ഫ്രഷ്, അക്വാട്ടിക്, മറൈൻ, സിട്രസി, അങ്ങനെ എല്ലാ നോട്ടും ചേർന്ന് ഒരു മസ്കുലിൻ റിഫ്രഷ്നെസ് തരുന്ന ഒരു തരം മണം, എനർജി തരുന്ന മണം, നമുക്ക് സകല നെഗറ്റീവ് ചിന്തകളും മാറ്റിയെടുക്കുന്ന ഒരു തരം പോസിറ്റീവ് വൈബ് തരുന്ന മണം. പിന്നെ കാലാവസ്ഥ എന്ന് പറയുന്നത് വിൻ്റർ സീസണിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സമ്മർ സീസണിൽ ഉപയോഗിക്കാം. സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. പിന്നെ അതുപോലെ തന്നെ അധികം ചൂടുമില്ല, മഴയുമില്ല, വലിയ പുകച്ചിലോ ഹ്യൂമിഡിറ്റിയൊക്കെ കുറവുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. നോർമൽ വെതറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ചില സമയങ്ങൾ കണ്ടിട്ടില്ലേ, മൂടിക്കെട്ടിയ കാലാവസ്ഥ, അതായത് വെയിലുമില്ല ചൂടുമില്ല, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഏറ്റവും കൂടി ചേരുന്നത് ഓഫീസ് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. AC-യിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലോങ്ജിവിറ്റി എക്സ്ട്രാ കിട്ടും. പിന്നെ തീർത്തും ലോങ്ജിവിറ്റി കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർ കൂടുതൽ ബീസ്റ്ററ്റ് അടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പെർഫ്യൂം പലർക്കും പല രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലർക്ക് 4-5 സ്പ്രേ കൊണ്ട് തന്നെ അവർക്കത് ഓവർ പവറിങ് ആയിട്ട് തോന്നും. ചിലർക്ക് 15 സ്പ്രേ ചെയ്താലും അത്ര ഇതായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യാനുസരണം വേണം പെർഫ്യൂംസ് സ്പ്രേ ചെയ്യാൻ. അപ്പോൾ പൊതുവേ ഫ്രഷ് പെർഫ്യൂമിന് ലോങ്ജിവിറ്റി കിട്ടില്ലെങ്കിൽ ബീസ്റ്റാറ്റ് അടിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കിട്ടും. സ്പ്ലാഷിൽ ഉണ്ട്, റൈറ്റ്, സ്പ്ലാഷിൽ സാധനം അവൈലബിൾ ആവാം. ഡിസ്കണ്ടിന്യൂ ആണെങ്കിലും സ്പ്ലാഷ് ഫ്രാഗ്രൻസിൽ അവർ സെയിലിന് വെച്ചിട്ടുണ്ട്.
സൈറ്റിൽ കയറി വാങ്ങാം. പക്ഷേ റേറ്റ് ഇച്ചിരി ഓവറാണ്. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങേണ്ടത് പറയും. പക്ഷേ 8,000 താഴെ നിൽക്കുന്ന ഒരു പെർഫ്യൂം YSL, EDP, ഡിലം ബ്ലൂ, ഡോൾച്ചൻ ഗബാന, ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസ്, EDP, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലും ധൈര്യമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂംസിൻ്റെ കാറ്റഗറിയിൽ ഈ ഒരു പെർഫ്യൂം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.